കേസുമായി ബന്ധപ്പെട്ട് ഷഫീദ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുന്ന ചില വിവരങ്ങൾ കൂടെ പ്രസക്തമാണ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു നേതാവ്, അത് ഏത് രാഷ്ട്രീയവുമായിക്കൊള്ളട്ടെ, ഒരു ജനപ്രതിനിധിയാകുന്നു. പിന്നീട് പല കാര്യങ്ങളിലും നമുക്കറിയാം, അതൊരു സാധാരണ പ്രാദേശിക നേതാവാണെങ്കിൽ പോലും ജനങ്ങളുടെ സാധാരണക്കാരുടെ ഒക്കെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടാണ് ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചതെന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ഷഫീദ് അറിയിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കേസിൽ അറിയാം, ഇതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന മട്ടിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അവസാനം കുടുംബ പ്രശ്നമല്ല, അത് മറ്റൊരു രീതിയിലേക്ക് ആ ബന്ധം വളരുന്നു. ഇപ്പോൾ ഷഫീദ് പറയുന്നത് ഈ കേസിലും അതേ മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഓപ്പറേഷൻ മോഡ് അത് തന്നെയായിരുന്നു. കുടുംബ പ്രശ്നം പരിഹരിക്കാനെന്ന നിലയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും സമീപിച്ചിരുന്നത്. അതിനുശേഷം അത്തരത്തിലൊരു പ്രശ്നത്തിൽ പരിഹാരകന്റെ റോളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അവതരിക്കുന്നു. പരിഹാരകൻ ഒടുവിൽ പ്രണയനായകനാകുന്നു. ആ പ്രണയനായകനായതിനു ശേഷം അവരിൽ നിന്ന് സാമ്പത്തികമായ പല കാര്യങ്ങളും കൈപ്പറ്റുന്നു, അവരെ ഉപയോഗിക്കുന്ന ശേഷം എല്ലാവരോടും പറയുന്ന അതേ ഡയലോഗ്, എനിക്ക് കുഞ്ഞു വേണം എന്ന ഡയലോഗ് പറയുന്നു. അത് ഗർഭിണിയായി കഴിയുമ്പോൾ കുഞ്ഞിനെ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇതെന്താണ് ഈ ഒരു മാനസികാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ പരിഹാരകനായി എത്തുന്ന ആൾ ഒടുവിൽ ഈ കേസിൽ പ്രതിയാകുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ആഴ്ചയോടെയാണ് പെൺകുട്ടി സമീപിച്ചത്. വൈകി എന്ന പ്രേക്ഷകരുടെ അറിവിലേക്കായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലാകുന്നത് മൂന്നാമത്തെ ഒരു കേസിലാണ്. ഈ മൂന്നാമത്തെ ഒരു കേസിനെ കുറിച്ച് ആർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലോ രാഹുലിന്റെ ക്യാമ്പിനോ തന്നെ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് പെൺകുട്ടി ഇമെയിലിൽ പരാതി നൽകുന്നു, അത് DGP മുഖ്യമന്ത്രി കൈമാറുന്നു. അതിനുശേഷം അത് അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു, FIR ഇടുന്നു. അതിനുശേഷം കൃത്യമായ വിവരശേഖരണം, ശാസ്ത്രീയമായ തെളിവുകൾ പെൺകുട്ടി കൈമാറുന്നു. ഈ കേസിൽ വരുന്ന നിർണായകമായ ഒരു കാര്യം, ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിൽ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ നമുക്കറിയില്ല. ആ പെൺകുട്ടികളിൽ നിന്ന് തന്നെ ചിലപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാത്ത അവരിൽ നിന്നും ഇതുപോലെ സാമ്പത്തികമായ സഹായം തേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ, ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും മൂന്നാമത്തെ കേസിൽ സാമ്പത്തികമായ ചൂഷണം കൂടി വരുന്നുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്ന് രാഹുലിന്റെ ആദ്യ മൊഴി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ മൊഴി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ എല്ലാ കേസിലും പറയുന്നത് പോലെ ഉഭയ സമ്മതപ്രകാരമാണ് ഈ ലൈംഗിക ബന്ധമെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരുൺ രാജ് ചേരുകയാണ്. അരുൺ, ആ പഴയ അതേ തിരക്കഥ എല്ലാം സെയിം ആണ് അല്ലേ? ക്രൈമും സെയിമാണ് ക്രിസ്റ്റീന, തിരക്കഥയും സെയിമാണ്. കാരണം രാഹുൽ സമീപിക്കുന്നതെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട, ഒരേ സ്വഭാവത്തിലുള്ള, അല്ലെങ്കിൽ ഒരേ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെയാണ്. ഒടുവിൽ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പരാതി ഉയരുമ്പോൾ താൻ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, അതിനപ്പുറം മറ്റു കാര്യങ്ങളില്ല, പീഡനമല്ല എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ, ചില പരാതികൾ അവർക്കുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിലേക്ക് പോയത്. അല്ലാതെ താൻ ഒരു ഘട്ടത്തിൽ പോലും നിർബന്ധിച്ച് ഒരാളെ പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള അസ്യൂഷ്വൽ മൊഴി, അതേ രാഹുലിന്റെ സ്ഥിരമുള്ള പല്ലവി രാഹുൽ വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇപ്പോൾ കൃത്യമായ തെളിവുകളുണ്ട്, ഈ ഗർഭചിത്രം നടത്തിയതിന് വിവരങ്ങളുണ്ട്. കാരണം രാഹുൽ ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തിയെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ അയച്ച മെസ്സേജുകൾ, ഇമെയിൽ മുഖാന്തരമുള്ള മെസ്സേജുകളടക്കം രാഹുൽ അയച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായ വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇഘട്ടത്തിൽ പുറത്തു വരുന്നത്, പാലക്കാട് ഒരുമിച്ച് താമസിക്കാൻ രാഹുൽ ഒരു ശ്രമം ഈ യുവതിയുമായി നടത്തിയിരുന്നു. അങ്ങനെ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ നിർദ്ദേശം നൽകി. ആ കെട്ടിട ഉടമ, അത് മിൽട്ടൺ എന്ന കെട്ടിട ഉടമയാണ്. നമ്മുടെ പാലക്കാട് ലേഖകരോട് ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ടല്ലോ, പക്ഷേ അത് അവരുടെ വിവരങ്ങൾ തേടാൻ കഴിയും. ആ ഫ്ളാറ്റാണ്, ആ കെട്ടിടമാണ് ഇപ്പോൾ വാങ്ങാനുള്ളൊരു പദ്ധതി തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ രാഹുൽ പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ മിൽട്ടൺ എന്ന സ്ഥാപനം ആ കെട്ടിടത്തിന്റെ കെട്ടിടം വാങ്ങാനായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റ് വാങ്ങാനായിരുന്നു ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതുമായി ബന്ധപ്പെട്ട പണം ആവശ്യപ്പെട്ടു. പണം നിരവധി തവണ നൽകി. ഒടുവിൽ പലപ്പോഴും ഈ പണം നൽകുമ്പോഴും രാഹുൽ മറ്റ് പെൺകുട്ടികളുമായി ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന സംശയം ഈ യുവതിക്ക്, ഈ പരാതിക്കാർക്ക് ഉണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ പരാതിക്കാരി ചില ആശങ്കകൾ രാഹുലുമായി പങ്കുവച്ചു. അന്ന് രാഹുൽ പൊട്ടിത്തെറിച്ചാണ് ഉണ്ടായത്. തുടർന്ന് രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ താൻ MLA ആണ്, തന്നെ സമീപിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരുമായി എല്ലാം തനിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുലിന് മുമ്പാകെ എത്തിയ തെളിവുകൾ, അത് പുറത്തേക്ക് വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ രാഹുലിനെ കുറിച്ച് ബോധ്യമായി. ഇതിനിടയ്ക്ക് രാഹുലുമായി സംസാരിച്ചപ്പോൾ, അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിച്ചപ്പോൾ
രാഹുലിന്റെ സ്വഭാവത്തിലടക്കം ചില മാറ്റങ്ങൾ കണ്ടു. രാഹുൽ പാലക്കാട്ടേക്ക് ചില പെൺകുട്ടികളെ കൊണ്ടുപോയതായ വിവരം കൂടി തനിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരാതിയുമായി താൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ പരാതിക്കാരി SIT അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഇപ്പോൾ AR ക്യാമ്പിൽ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ചോദ്യം ചെയ്യലിലേക്ക് എത്തുന്നു. ആ ചോദ്യം ചെയ്യൽ രാഹുൽ പറഞ്ഞത് താൻ പീഡനം നടത്തിയിട്ടില്ല, അക്കാര്യം തനിക്ക് തെളിയിക്കാൻ കഴിയും, പീഡനമല്ല താൻ നടത്തിയത്, ഉഭയകക്ഷി സമ്മർദ്ദപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്, അതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല, താൻ ആരെയും നിർബന്ധിച്ച ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ആ കാര്യങ്ങളിൽ തനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. ഈ പരാതി പോലും അങ്ങനെ പറയുമ്പോഴും ഇപ്പോ നമ്മുടെ ചില പ്രേക്ഷകരാണെങ്കിലും ഈ രാഷ്ട്രീയവുമായിട്ടൊക്കെ ഇതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത് കാണുന്നത് മനുഷ്യത്വപരമായ പല ഘട്ടങ്ങളിലൂടെ. ഇപ്പോ ഉഭയസമ്മതപ്രകാരം എന്ന് പറയുമ്പോൾ ഈ ഓരോ പെൺകുട്ടി നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമാണ്, ആ പെൺകുട്ടിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധം മാത്രമായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ബാല കേസുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ കേസുകളിലെല്ലാം തന്നെ പീഡനമല്ല എന്ന് പറയുന്നു, പീഡനമല്ല നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ പ്ലാൻഡ് ഓപ്പറേഷനിലൂടെ ഇത്തരത്തിൽ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നു. അത് ചതിയല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം വിവാഹ വാഗ്ദാനം നൽകുന്നു, ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, ഇവരിൽ തന്നെ ചിലർക്ക് സംശയം തോന്നുന്നു. ഇതിനിടയിൽ ജനപ്രതിനിധി എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സമയമുണ്ടോ എന്ന കാര്യത്തിൽ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയധികം പേരെ ഒരേപോലെ ചതിക്കുന്നു. അത് ഈ കേസിൽ വളരെ പ്രസക്തമാണ്. മൂന്നാമത്തെ കേസിൽ സാമ്പത്തിക ചൂഷണം കൂടെ വരുന്നുണ്ട്. പാലക്കാട് മിൽട്ടൺ എന്ന് പറയുന്ന ആ ഫ്ളാറ്റ് ശേഖരപുരത്താണെന്ന് തോന്നുന്നു, പുത്തൂർ ശേഖരപുരത്ത് 2-3 ബെഡ്റൂമുള്ള ഫ്ളാറ്റുകളുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയെ കൊണ്ട് സാമ്പത്തിക സഹായം മേടിച്ച് അവിടെ ഫ്ളാറ്റും മേടിച്ച് MLA എന്ന നിലയിൽ സ്വന്തം പേരിലാക്കി ആ ഫ്ളാറ്റും വാങ്ങിച്ച ശേഷം ചിലപ്പോൾ ഈ പെൺകുട്ടിയെ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഈ സ്ത്രീയെ വേണ്ടെന്ന് വെക്കാം. അപ്പൊ ഇതാണ് ഇത് ഒരാളിന്റെ കേസിലല്ല, രണ്ടാളുടെ കേസിലുള്ള ഇതിലുള്ള പ്രശ്നം. അതായത് മനഃപൂർവ്വം ആൾക്കാരെ ചതിക്കുന്നു വന്നത്. ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, 1-2, ഇത് അങ്ങനെയല്ലല്ലോ. ഇത് എത്രയോ പേരെയാണ്, അവരെ പരിചയപ്പെടുന്നു, ചിലർക്ക് പ്രശ്നം പരിഹരിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യേണ്ട ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ് സാധാരണക്കാരന്റെ പ്രശ്നപരിഹാരം എന്നത്. അപ്പൊ ആ മട്ടിൽ വിശ്വസിച്ച് പ്രശ്നപരിഹാരത്തിനായി എത്തുന്നവരെ അവരെ മറ്റു രീതിയിലേക്ക് ഉപയോഗിക്കുന്നു, അതിനുശേഷം അവരിൽ നിന്ന് സാമ്പത്തികമായ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ഈ കേസിൽ ധാർമ്മികമായി നമ്മൾ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ. തീർച്ചയായും ഈ പരാതിയുമായി ബന്ധപ്പെട്ട പരാതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചൂഷണമല്ല. രാഹുലിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ മുതൽ ചില കാര്യങ്ങൾ വരെ രാഹുലിന് ഈ യുവതിയിൽ നിന്ന് രാഹുൽ സ്വന്തമാക്കിയതാണ്. രാഹുൽ പലപ്പോഴും വിദേശയാത്രകളടക്കം നടത്തുമ്പോൾ സാമ്പത്തികമായും അല്ലാതെയും അടക്കം സഹായം ഈ യുവതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതി നൽകിയ മൊഴി താൻ പലപ്പോഴും ഒരു ആശ്രയ കേന്ദ്രമായി വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് ഏറെ വൈകിയാണ്. രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ്, പക്ഷേ ഇപ്പോഴും അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ് ഈ രാഹുലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. രാഹുലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലും കണ്ടുള്ള പരിചയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ രാഹുൽ പ്രതിച്ഛായുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് താൻ വിചാരിച്ചത്. അങ്ങനെ ആ രാഹുലുമായി അടുപ്പം സ്ഥാപിക്കുമ്പോൾ തനിക്ക് വലിയ ആശ്വാസകരമായി തോന്നി. പിന്നീടാണ് പതുക്കെയാണ് രാഹുലിന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിവരം കൂടി ഇപ്പോൾ യുവതിയുടെ മൊഴിയിലുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ പരാതിക്കായി പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു മാധ്യമത്തിനോട് അത് പറയാൻ കഴിയില്ല. അത്ര ഗുരുതരമായ രീതിയിലുള്ള ഒരു പരാതി, അത്ര ഗുരുതരമായ ആരോപണമാണ് യുവതി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.